തമ്മിലുള്ള ഈഗോയും അതൊക്കെ വർക്കായിട്ടുണ്ട്. നല്ല സിനിമയാണ്. നമുക്ക് ഈ അയ്യപ്പനും കോശിയും അങ്ങനത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അല്ല, സിനിമയുടെ തുടക്കത്തിലാണ് മെയിൻലി ഈഗോ ക്ലാഷ് വർക്കൗട്ട് ആവുന്നത്. പടം നല്ല പടമല്ലേ? നല്ല അഭിപ്രായം പറയണേ. അപ്പം നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് തരണം. മഴയാണ്, ആൾക്കാരൊക്കെ എന്താണ് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ ചിലപ്പോൾ മടിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഒരു നല്ല പടം അതിൻ്റെ പേരിൽ ഇല്ലാതായി പോകരുത്. തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടം തന്നെയാണ് അല്ലേ? ആസിഫിൻ്റെയും ജിജുവിൻ്റെയും വളരെ എന്താ പറയുക, വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരാഭിനയം തന്നെ ഉള്ളൊരു സിനിമയാണ്. ജിഷ്ണോൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിങ്ങാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ വർക്കും എല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത്. അതൊക്കെ ഉണ്ടാവില്ലേ? ആ അതെ അതെ അതെ. ഇത് മൊത്തം പോലീസ് സ്റ്റോറി ആയതുകൊണ്ട് പിന്നെ നമുക്ക് വേറൊരു വേഷം ഇതിനകത്ത് ശരിക്കും തലവൻ ഞാനാ. ശരിക്കും തലവൻ ജിസ്മോനാണ് അല്ലേ? ജിസ്മോനാണ്. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയുക, ജിസ്മോൻ്റെ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇനിയും പ്രേക്ഷകരല്ലേ പറയുന്നത് അല്ലേ? എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാവരും. താങ്ക് യു. ഓ, പടം ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്ററിലാണ്. ജിസ്റ്റോയുടെ പടം നമ്മൾ പറയില്ല, കാരണം കുറേ പേര് ലൈക്ക് ജിസ്റ്റോയുടെ പടം പറയുമ്പോൾ ഒരു നന്മ എലമെൻറ്റ് പ്രതീക്ഷിക്കും. അത് പക്ക ഒരു ത്രില്ലർ എലമെൻറ്റാണ്. ആൻഡ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് അയ്യപ്പൻ കോശി വൈബ് അടിച്ചു. ആ ഒരു സെയിം സെറ്റപ്പാണ്. പക്ഷേ രണ്ടുപേര് ഈഗോ ക്ലാഷിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ത്രില്ലർ എലമെൻറ്റാണ്. ഒരു ക്രൈം നടക്കുന്നു അതിനുള്ളത്. പിന്നെ ഓവർ ദ ടോപ്പ് ആക്ഷനോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ക റിയലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആസിഫ് അലി ബിജുമേൻ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ പ്രശ്നം അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചാൾക്ക് ശേഷം ആസിഫ് അലിയുടെ ഒരു നല്ലൊരു മൂവി ആയിരിക്കും. ഇത് രക്ഷപ്പെടുത്തില്ല, തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. കാരണം ഒരു വാലിഡ് റീസൺ ഉണ്ട്, ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, ആൻഡ് സെക്കൻഡിലേക്ക് ഒരു ചെറിയ ലീഡുണ്ട്. ആസിഫിന് കുറേ നാൾക്ക് ശേഷം ഏറ്റവും നല്ലൊരു പടമായിരിക്കും. ഒരു ഹിറ്റ് ആവേണ്ട ഒരു പടമാണ്. കാരണം നല്ലൊരു മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്തു. ഈ ആസിഫും ബിജുമേനും വരുന്ന ഒട്ടുമിക്ക നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര ഹിറ്റാവാൻ ഒരു റാപ്പും ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്ത് കാണാൻ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്സ് അല്ല, രണ്ട് സൈഡിലുള്ള ആൾക്കാർ. സോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഡയലോഗുകൾ പഞ്ച് ഡയലോഗ് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പക്ക റിയലായിട്ടാണ് കുറച്ച് എടുത്തതാണ്. സോ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു മാസ് ഫീലൊന്നുമില്ല. സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററുകളാണ്. മാസ് പ്രതീക്ഷ മാസ് ആസിഫിൽ 2-3 നൈസ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ ഒരു പക്ക റിയലായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്ററുകളായിട്ട് അടിപൊളിയാണ്. ത്രില്ലറാണ്. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്യാരക്ടർ പോലെയാണ് എനിക്ക് കിട്ടിയത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക ഒരു ലൈക്ക് നമുക്കതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ സാധിക്കും. പിന്നെ ബിജു സാറുമായിട്ട് കോമ്പിനേഷൻ വന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാറ് പറഞ്ഞു തരുമോ, ഞങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. മൂവി റിലീസായി, അപ്പോൾ എന്താണ് റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ് അല്ലേ? എല്ലാവരും നോക്കി, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാണാത്തവരും മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. മഴയൊക്കെയാണ് അറിയാം, എന്നാൽ പോലും നല്ലൊരു ചിത്രം. എനിക്കൊന്ന് ഡിസേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ സസ്പെൻസ് ത്രില്ലർ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫീൽ ഗുഡ് മൂവിയൊക്കെ മാറ്റി വെച്ച് വേറൊരു കൈൻഡ് ഓഫ് ചിത്രം തന്നെയായിരിക്കും. സോ എന്തായാലും കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട്. സോ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണാം. ആസിഫ് അലി ബിജു മേനോൻ ഓക്കെ, ഇതിലും എങ്ങനെയുണ്ട്? അവരുടെ കോമ്പോയെ പറ്റിയിട്ടൊക്കെ അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. രണ്ടുപേരും നല്ല കട്ടയ്ക്ക് വിട്ടു കൊടുക്കാണ്ട് നിൽക്കുന്നുണ്ട്. നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ മാത്രമല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് കാണണം കേട്ടോ. ഒത്തിരി സന്തോഷം. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സിനിമ വർക്ക് ചെയ്തോ നല്ലതായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ എല്ലാ സിനിമയും നമ്മൾ നന്നായി വരണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അത് നന്നായി നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. നല്ല റെസ്പോൺസ് ആയിരുന്നു. തിയേറ്ററിൽ നിന്നാണെങ്കിലും എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ആയിരുന്നു. കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷം തോന്നി. ഇതൊക്കെ എന്തോ
അതെ വളരെ നിങ്ങൾ കണ്ടിരുന്നോ മൂവി? കണ്ടോ? ഓക്കെ, വളരെ നല്ലൊരു മൂവി. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ത്രില്ലർ, ശരി നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജിസ്റ്റോയി. നമ്മളെപ്പോഴും കാണുന്ന ഒരു ഫീൽ ഗുഡ് മൂവീസ് മാത്രമല്ല കാണുന്നത്. ഇതൊരു എക്സലൻറ്റ് ത്രില്ലർ. ഇനിയും ജിസ് ഒരു ത്രില്ലർ കിങ് ആയിട്ട് തന്നെ പേരെടുക്കപ്പെടും. എന്തോ പോകുന്ന കണ്ടു, പക്ഷെ കണ്ടില്ല. കരയുന്നൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ സന്തോഷത്തിന്റെ കണ്ണുനീര് തന്നെ. തീർച്ചയായിട്ടും രണ്ടുപേരും കണ്ടിരിക്കുന്നു കേട്ടോ. ഇതിനകത്ത് ആരാണ് ബെറ്റർ? ഇടിച്ചിടിച്ച് നിൽക്കുന്നത് രണ്ടുപേരും നന്നായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ നല്ല. ഒരു സെക്കൻഡ് പോലും നമ്മുടെ കണ്ണ് സ്ക്രീനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. നല്ലൊരു മൂവി, മസ്റ്റ് വാച്ച് മൂവി. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.